ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരമുണ്ടേ. അപ്പം ഇന്നത്തെ യാത്ര നമ്മളിതാ സ്റ്റാർട്ടാക്കിയിരിക്കുന്നു. ഇന്നൊരു പ്രത്യേകതയാണ് നമ്മുടെ യാത്രയ്ക്ക്. നമ്മളിന്നും ഇതുവരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ ഡബിൾ അല്ല, ഇന്ന് പുതിയ ഡബിളാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ പുതിയതായിട്ട് എടുത്ത ആ വാഹനത്തിൻ്റെ ഒരു ലോങ് റൈഡ് എന്ന രീതി, ആദ്യമായിട്ടുള്ള ലോങ് റൈഡ് എന്നതും ഇന്നത്തെ യാത്രയ്ക്കൊരു പ്രത്യേകതയാണ്. പക്ഷേ വണ്ടിയുടെ റിവ്യൂ കാര്യങ്ങളൊന്നും ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അതൊക്കെ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇല്ലിയക്കല്ല് ബാക്ക് സൈഡിലോട്ട് പോകുന്നേ, ഇല്ലിയക്കല്ല് ബാക്ക് സൈഡ് പോകുന്നില്ലേ? ഒരു 3 കിലോമീറ്റർ ചെല്ലുമ്പോൾ പലത്തോട്ട് റോഡ് കിടപ്പുണ്ട്. ഈ വഴി തന്നെ ഈ വഴി ഒരു 3 കിലോമീറ്റർ ചെല്ലുമ്പോൾ ഒരു കവലയുണ്ട്. ആ കവല പലത്തോട്ട് പോയാൽ ബാക്ക് സൈഡ് ചെല്ലും. അപ്പം നമ്മുടെ യാത്രയുടെ ഡെസ്റ്റിനേഷൻ എല്ലാവർക്കും പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പോൾ പോകുന്നത് പ്രശസ്തമായ വൈറലായ ഒരു സ്ഥലത്തേക്കാണ്. ഈ സ്ഥലത്തേക്ക് ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. ഇതിൻ്റെ എതിർ സൈഡിലുള്ള മറ്റൊരു കാഴ്ചയുണ്ട്, എല്ലാവർക്കും അറിയാം. അവിടേക്ക് ഞാൻ പല പ്രാവശ്യം പോയിട്ടുണ്ട്. ആ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിലുണ്ട്. അന്ന് അവിടെ നിന്നിട്ട്, അതായത് ഇല്ലിയക്കല്ലിൻ്റെ ആ മെയിൻ വ്യൂ പോയിൻ്റ് ഭാഗത്ത് നിന്നിട്ട് ഒരു ആൾ അന്ന് സംസാരിച്ചത് വീഡിയോ കണ്ടവർക്ക് അറിയാൻ പറ്റും. അദ്ദേഹം പറഞ്ഞിരുന്നു, ഇവിടേക്കൊരു വഴിയുണ്ട്, ആ വഴി കയറിപ്പോകാൻ ഇച്ചിരി കഠിനമായ കയറ്റം കാര്യങ്ങളൊക്കെയാണ്, പോകാൻ കഴിയുന്നവർക്കൊക്കെ ഈസിയായിട്ട് എന്നാൽ പോകാൻ പറ്റുകയും ചെയ്യും എന്ന് അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷേ ഇന്ന് ഞാനിവിടേക്ക് വരാൻ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒരുപാട് പുല്ല് വളർന്നു നിൽക്കുന്ന സമയത്ത് നമ്മൾ ആ മല കയറിയാൽ നമുക്ക് അതിൻ്റെ ആ കൃത്യമായിട്ടുള്ള വൈബ് കിട്ടില്ല. അപ്പോൾ ഇന്നെന്ന് പറഞ്ഞാൽ കാട്ടുതീയൊക്കെ വന്നിട്ട് ആ പുല്ലെല്ലാം കരിഞ്ഞ് കിടക്കുന്ന, വേനലിൻ്റെ ആ പ്രത്യേകത കൊണ്ട് കരിഞ്ഞ് കിടക്കുന്ന ആ ഒരു പ്രത്യേക ഒരു അവസരമായെന്ന് ഞാൻ അറിഞ്ഞതുകൊണ്ടാണ് ഇന്നത്തെ ഈ യാത്രയ്ക്ക് ഞാൻ ശ്രമിക്കുന്നത്. വലിയൊരു അപകടം ഉണ്ടാകേണ്ടതാണ്. താഴേന്ന് കയറി ഓവർടേക്ക് ചെയ്ത് വരികയാണ്. ഞാൻ ഇച്ചിരിയുടെ സ്പീഡ് ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് കൃത്യമായ രീതിയിൽ വണ്ടിയുടെ സ്പീഡ് കുറയ്ക്കാൻ കഴിഞ്ഞില്ലായിരുന്നെങ്കിൽ വലിയൊരു അപകടം ഇവിടെ സംഭവിച്ചേനെ. ഈ പോകുന്ന വഴിക്ക് ഒരു മനോഹരമായ വ്യൂ പോയിൻ്റാണിത്. നമ്മൾ പ്രധാന വ്യൂ പോയിൻ്റ് ഇതെല്ലാം കാണാൻ കഴിയുമെന്നതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് നിൽക്കുന്നില്ല, നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ, ഇന്നത്തെ യാത്രയിൽ നമ്മൾ അതിൻ്റെ ആ ട്രക്കിങ്, ആ ഹൈക്കിംഗ് ഒക്കെ ആ മലയൊന്ന് കയറാനായിട്ട് നമ്മളൊന്ന് ശ്രമിക്കുകയാണ്. എത്രമാത്രം നമുക്കത് സാധിക്കുമെന്നതിനും നമുക്ക് അറിയില്ല, ഒറ്റയ്ക്കേ ഉള്ളൂ എന്നതുകൊണ്ട് വലിയൊരു പ്രശ്നം. ഒരുപക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ സ്മൂത്തായിട്ട് തീരുവാണെങ്കിൽ ഒരു കുഴപ്പമില്ല. അത് ഞാൻ യഥാർത്ഥത്തിൽ അതിൻ്റെ ചുവട്ടിലോ അടിവാരത്തിലോ ഒന്ന് നിന്നിട്ട് ആ മല കണ്ടിട്ടില്ല. പിന്നെ പുല്ല് നിറങ്ങി നിൽക്കുന്ന സമയങ്ങളിൽ 1-2 പേരൊക്കെ അതിലേക്ക് കയറുന്നതായിട്ടൊക്കെ ബ്ലോഗ് വീഡിയോ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊന്നും അത്ര വലിയ ടാസ്ക്കായിട്ട് എനിക്ക് തോന്നിയിട്ടുമില്ല. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. കയറിയവരൊക്കെ ഒരുപാട് പേരുണ്ടാവും. അപ്പം ഉണ്ടെങ്കിൽ അവർക്ക് ഒന്ന് അഭിപ്രായം പറയാം, അവർക്കുണ്ടായ അനുഭവങ്ങളും കാര്യങ്ങളും ഒക്കെ. പിന്നെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഇല്ലിയക്കല്ല് ബാക്ക് സൈഡിലേക്കുള്ള റോഡ് മനോഹരമാണ്. റോഡിലെ ആ യാത്ര മനോഹരമാണ്. ഇതിലെയുള്ള വ്യൂ പോയിൻറ്റുകളൊക്കെ ജസ്റ്റ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഓവറായിട്ട് കാണാൻ പറ്റില്ലെങ്കിലും ആ റോഡിൻ്റെ ആ ഒരു കിടപ്പും മലമുകളിലൂടെയുള്ള ഒരു വശം അഗാധമായ കൊക്കയൊക്കെയുള്ള ആ റോഡിൽ കൂടി യാത്ര ചെയ്യുമ്പോഴല്ലോ നമുക്ക് വല്ലാത്തൊരു ഫീലാണ് കിട്ടുന്നത്. നമ്മുടെ വാഹനം നന്നായിട്ട് നമ്മളോട് ഇക്കാര്യത്തിൽ സഹകരിക്കുന്നുണ്ട്. എനിക്ക് ഈ മലമുകളിലൂടെയുള്ള ഈ റൈഡ് വളരെ ഇഷ്ടപ്പെട്ടു നമ്മുടെ ഈ വണ്ടിയിൽ. വണ്ടി ഏതാണെന്നും എന്താണെന്നൊക്കെ വിശദമായിട്ട് പറയാം. അതുപോലെ തന്നെ ഇതിൻ്റെ വിശദമായ റിവ്യൂ അടുത്തൊരു ഒറ്റ വീഡിയോ ആയിട്ട് ചെയ്യാം. ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ അതിൻ്റെ ആ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം യാത്രയുടെ ആ മനോഹര കാഴ്ചകളിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങൾ നമുക്ക് അവിടെ തൊട്ട് പറയാം. അപ്പം ഈ ഇല്ലിക്കല്ലിൻ്റെ ബാക്ക് സൈഡ് കാണാനും അതിൻ്റെ ആ കാഴ്ചകളൊക്കെ കാണാൻ ഞാനും നല്ല ആകാംക്ഷയിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഉച്ച കഴിഞ്ഞാണ് പോകുന്നത്. വെയിലൊക്കെ താണു നിൽക്കുന്ന സമയത്താണ് അവിടെ ചെല്ലാൻ ഉള്ള ഒരു ഭംഗി കിട്ടത്തുള്ളൂ. മലകയറ്റത്തിനും അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ 4 മണിയോടുകൂടി നമുക്ക് മല കയറി തുടങ്ങാം എന്ന് വിചാരിക്കുന്നു. എന്തായാലും നമുക്ക് പോകാം. ഓക്കെ. I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave. 6 feet deep under, but my
my body won't decay. Cause my messages are timeless, so they'll put them on display. Oh yeah, I rap with a certainty, I have a sense of urgency. A message for eternity, for everyone internally. I had some people burning me, but now they fucking learn to see I ain't the one to fuck with, now they looking nervously. And I don't really care what you think of me respectfully. You can kick rocks if you think you're fucking better, see I will outwork you, turn you to an enemy. Hurt you so bad that you're gonna need some therapy. I got the motherfucking recipe, I've been cooking up hits, I'ma leave a legacy. You'll be looking small when you're standing right next to me. I'm 5'10", bitch, but I'm 10 feet Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yeah, I'ma do it my way. ഇവിടെയുള്ള ചേട്ടൻ്റെ കടയിൽ നിന്ന് ഒരു കുപ്പി വെള്ളമൊക്കെ മേടിച്ചിട്ട് നമുക്ക് ചെറുതായിട്ട് ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം എന്താണ് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് പോകെ അറിയാം. എല്ലാവരും കൂടെ വായോ. ഏതാ വഴി? ഇതാണോ അതാണോ? നമുക്ക് ഒരുമിച്ച് ഈ മല കയറാം. ഓ വായോ, എല്ലാവരും വായോ. അവിടുന്ന് ഒരു ഈ വഴി അങ്ങോട്ടും കിടക്കുന്നല്ലേ? മിക്കവാറും ഇതായിരിക്കുമല്ലോ. അല്ലേ പോയാലോ എവിടെ ചെല്ലാം? മലയുടെ മണ്ടേ കയറണ്ടേ? ഈ കവാറയുടെ മണ്ടേ കയറണ്ടേ? അപ്പോൾ ഇതായിരിക്കും. എന്തായി തീരുവാ? പൂഴിയല്ലേ? തെറ്റാതെ നിന്നാൽ കൊള്ളാം. പക്ഷെ ഒരു വടി ഉണ്ടായിരുന്നല്ലായിരുന്നു അല്ലേ? അയ്യോ, ഇത് തന്നെ ആന്നോ? പൂഴിയ. ആ, മേളിലോട്ടുണ്ട്. ഒറ്റയ്ക്കേ ഉള്ളൂ? എവിടുന്നാ? കോട്ടയം, പത്തനംതിട്ട. ആ, നമ്മൾ ഒറ്റയേ ഉള്ളേ. ആ, ഉള്ളൂ ഒറ്റയ്ക്കേ ഉള്ളൂ. ആ, ഇന്ന് ഇങ്ങോട്ട് തന്നെ. പേരെന്തുവാ? അമ്പിളിക്കുട്ടി. കുട്ടൻ. ആ, ഓക്കെ. ആ, ഇതാണ് ഇവിടുത്തെ വിഖ്യാതമായ റോഡല്ലേ? അതുവഴിയാ വരണ്ടിയിരുന്നു. ആണോ? ആ പാറ കയറണോ? അയ്യോ, അയ്യോ, പാറ വീണു. ക്യാമറ ഫ്രണ്ടിലായതുകൊണ്ട് അറിയത്തില്ല. ഇല്ലീഗലിന് ബാക്ക് സൈഡിലോട്ടുള്ള ആരും ഇങ്ങനെ ഇത്രയും ഭീകരമായിട്ട് കാണിക്കുന്നില്ല അല്ലേ? റീൽസുകാരൊന്നുമേ ഇത്രയും കാണിക്കുന്നുണ്ടോ? പാറ അല്ല, പുതിയ വഴി ഉണ്ടാക്കണ്ട. എന്താ ചോദിച്ചാലേ, സൂക്ഷിച്ചു വേണേ. കാണാൻ പറ്റുമോ? വഴിയുണ്ടോ? ഓക്കെ. അപ്പം ഞാനും വരുന്നേ. ആ വലിയ പാറ വീണ് ഞാൻ. അപ്പോൾ ഇത് വലിയ ഡേഞ്ചർ കേട്ടോ. അതെ, വീഡിയോ റെക്കോർഡിങ്ങും. പക്ഷെ ആദ്യം വന്നൊരു ഇതിലല്ല വന്നതെന്ന് തോന്നുന്നു. അവർ നേരെ പോയെന്ന് തോന്നുന്നു. അതിലേ ഇല്ലേ? അവിടെ വന്നിട്ടുണ്ട്. അല്ല, വന്നിട്ട് ഇതുപോലെ തന്നെയാണോ? ഇത്തിരി ടാസ്കല്ല, നല്ല ടാസ്കാ.
ബാഗ് അങ്ങ് ഏൽപ്പിച്ചു തരണ്ട. ആ കിടക്കുന്നല്ലേ, ഇതല്ലെന്ന് തോന്നുന്നു അതടുപ്പത്ത് വഴി. അതായിരിക്കാം. ഇത് കണ്ടു കാഴ്ചകൾ. ഇത് റോപ്പില്ല, ഇതിലെ പറ്റുമെന്ന് തോന്നില്ല കേട്ടോ. തിരിച്ചിറക്കുവേ. രണ്ട് പാറയുടെ ഇടയ്ക്കൂടൊക്കെ വളരെ കഷ്ടപ്പെട്ട് കയറണം. അവിടെ നിന്ന് എങ്ങനെയുണ്ട്? കുഴപ്പമില്ലേ? അടിപൊളി. കയറോ? ഇനി എങ്ങനെയുണ്ട്? അയ്യോ, വളരെ പ്രശ്നമുണ്ട്. എന്താ അറിയാം, ഷുഗർ ലോ. ഇതല്ല കേട്ടോ, അവരെ നമ്മൾ തൊട്ട് മുമ്പേ ഒരു പെണ്ണും ചെക്കനോട് പോകുന്നല്ലോ. അത് ഈ വഴിയല്ല അവർ പോകുന്നത്. നമ്മൾ ഏറ്റവും ടഫ് ടെറൈനായിട്ടത്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇല്ലീഗലിൻ്റെ ബാക്ക് സൈഡ് കയറുകയാണ്. രണ്ട് വഴിയുണ്ട്, അതിലേത് വഴിയാണ് പോകണതെന്ന് കൃത്യമായിട്ട് അറിയത്തില്ലാത്തതുകൊണ്ട് നമ്മൾ ഇതുവഴി വന്നേ. പിന്നെ നമുക്കൊരു കൂട്ടുകാരനെ കിട്ടി, അതുകൊണ്ട് ചോദിച്ചും പറഞ്ഞൊക്കെ പോകാം. ടാസ്ക് ആണോ? അവിടെ നോക്കിയിട്ട് പറ. തിരിച്ച് ഇതുവഴിയാണോ വരുന്നയാ? ഇതുവഴിയാ വരുന്നെങ്കിൽ ഈ കോട്ട ഇടാൻ കിട്ടായിരുന്നു. പാറയിലൊക്കെ പിടിച്ച് കയറാം. വലിയൊരള്ള. ഭയങ്കര കഷ്ടപ്പാടാണ് കേട്ടോ. കഷ്ടപ്പെട്ട് ഇതിഹാസം സൃഷ്ടിക്കുന്നവർക്ക് അല്ലേ? നമ്മുടെ അലർച്ച കേട്ടെ ആരെങ്കിലും അല്ലേ വരുന്ന വരട്ടെ. കെട്ടുപോട്ടെ വരുന്നവർ. അങ്ങോട്ടുണ്ടല്ലേ? ഇല്ലേക്കല്ലോ പുള്ളു. ബാക്ക് സൈഡ് പുള്ളു കണ്ടില്ലേലും കുഴപ്പമില്ല. അങ്ങയല്ല കല്ലിൻ്റെ മേളിലല്ല. കോട്ടയത്ത് പ്രോപ്പർ കോട്ടയമാണോ? കുടമാളൂര്. നിങ്ങളുടെ ജില്ലയിൽ തന്നെ ഈ സാധനം നിൽക്കുന്നത്. അതായിട്ടാണ് വരുന്നേ. ഇല്ലേക്കല്ലോ. ഇല്ലേക്കല്ലേ ഇലവിടെ പുഞ്ചരം പോയി.
പാടാ കേട്ടോ. അങ്ങനെ പോകണ്ടേ, അങ്ങനെ പോകണ്ടേ. 2 മിനിറ്റ് റെക്കോർഡ് മാറപ്പോഴൊക്കെ ഞാൻ ചോദിച്ചു ഇതിൽ തന്നെയാണോ വരുന്നത്? ഇതിൽ തന്നെ വരുന്നെങ്കിൽ എനിക്കറിയത്തില്ല, ഞാൻ ആ വഴി കണ്ടപ്പോൾ ഇങ്ങ് പോകുന്നേ. മറ്റേ വഴി എവിടെ ചെല്ലും, ഇതിനെ കഴിഞ്ഞാൽ ഭീകരമായിരിക്കും. ശരി, അപ്പുറം വഴി കറങ്ങിയൊക്കെ പോകുന്നത്. ഏതോ ഒരു ഇതുവഴിയാണോ വരലും എങ്ങനെയായാലും പറഞ്ഞു. കറക്റ്റ് നമ്മൾ ആ വഴി തന്നെ. അത് വാഗമണ്ണാണോ? വാഗമണിൻ്റെ സൈഡല്ലേ? നെറ്റ്വർക്ക് ഉണ്ടോ? വെള്ളം ആരുടെ ഇരിക്കുന്നത്? ഇരിക്കുന്നത് അതിലേക്ക് കുറച്ചിങ്ങോട്ട് വരും കേട്ടോ. പേര് പറഞ്ഞോ? എൻ്റെ പേര് അമ്പിളിക്കുട്ടൻ. അടിപൊളി പേരല്ലേ? കോട്ടയം അല്ലേ? കോട്ടയം സ്വന്തം ജില്ലക്കാരൻ. ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. എനിത്തോ കേട്ടോ, ഞാനല്ലേ ഒറ്റപ്പെട്ടു പോകുന്നു. ഇവിടെ വേറെ ഒരു മനുഷ്യൻ ഈ വഴി വരുന്നില്ല. അല്ലേ? അതുകൊണ്ട് ഇങ്ങനെ ഞങ്ങൾ ടാസ്ക് കിടക്കുന്നുണ്ടോ മുകളിലോട്ട്? അത് എത്രമാത്രം സക്സസ് ആകുമെന്ന് എനിക്ക് സംശയമുണ്ട് കേട്ടോ. എന്നെ സംബന്ധിച്ചിടത്തോളം അമ്പിളിക്കുട്ടന് കയറാൻ പറ്റുമായിരിക്കും. ഇത്ര സമയം കൊണ്ട് ഇത് സബ്മിറ്റ് ചെയ്യാതോളം നമ്മളാർക്കും വാക്ക് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് കുഴപ്പമില്ല. അല്ലെങ്കിൽ പോവുകയാണെങ്കിൽ എനിക്ക് വേണ്ടി അതൊന്ന് എടുത്തേക്കണേ. ആൾക്കാർ കേട്ടാലും കുഴപ്പമില്ല. ഇത് അങ്ങോട്ട് അവിടെ എനിക്ക് വരാൻ പറ്റിയില്ലെങ്കിലേ എടുത്തിട്ട് എനിക്ക് തരണേ. എല്ലാവരും അവിടെ നിൽക്കും. അവിടെ വന്നിട്ട് അവിടുത്തെ ആ കാഴ്ചയൊക്കെ കണ്ടിട്ട് ചായ കുടിച്ചിട്ട് പോകാനുള്ള പരിപാടി. ഇവിടെ ഒരു കടക്കാരൻ പോപ്പുലർ അല്ലേ? ഏതാ കടക്കാരനെ? ഇവിടുത്തെ ഈ കടക്കാരനാണ്. ഇങ്ങനെ അറ്റോ അല്ലേ? അപ്പൊ കയറുക തീരുമാനിച്ച് അല്ലേ? അപ്പം കോട്ടയം അമ്പിളിക്കണ്ണൻ അല്ലേ? അമ്പിളിക്കുട്ടൻ. കോട്ടയം അമ്പിളിക്കുട്ടന് ഞാനുമായിട്ട് ഇതാ ഈ കുന്ന് കയറുകയാണ്. എൻ്റെ ബാഗൊക്കെ കണ്ടോ? എൻ്റെ ഭാരം ഒഴിവാക്കാൻ വേണ്ടി മേടിച്ച് പിടിച്ച്. ഒരു കാറ്റ് പിടിച്ചായിരുന്നു കേട്ടോ. കാറ്റേ പിടിച്ചായിരുന്നു. പോയോ? ഇടയ്ക്ക് നിന്ന് ഈ ഉള്ളതിനെ കൂടെ നോക്കിയേക്കണേ. നമ്മൾ താഴോട്ട് നോക്കാതെ പോയാൽ മതി. പിന്നെന്താന്ന് ചോദിച്ചാ കൂടിയാ ഈ വല്ലവനെ പുല്ലുവായതൊന്നു. അയ്യോ, തെറ്റുവാ. കയ്യിലെല്ലാം മുള്ളുണ്ട്. ഗൈസ് കണ്ടോ? കഷ്ടപ്പാടും ബുദ്ധിമുട്ടും. ഞങ്ങൾ ഇവിടെ വരെ കയറി വീഡിയോ ഇവിടെ എടുത്തിട്ടുണ്ട്. ഞാനല്ല, എൻ്റെ ഈ ക്യാമറ എനിക്ക് എടുക്കാൻ പറ്റത്തില്ലായിരുന്നു. വളരെ റിസ്ക്കായി ക്യാമറ എടുത്തോണ്ട് ഇതിലുള്ള കയറ്റം.
മനസ്സ് മടിച്ചാൽ പിന്നെ വലിയ പാടാ കേട്ടോ. പിന്നെ അങ്ങ് ഇതാവും. ഇതിലും വലിയ ട്രക്കിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഷൂ നല്ലതായിരുന്നു. ഈ ഷൂ ആ മണ്ണലോട്ട് ഈ ഷൂ ഇളകി കേട്ടോ. എന്തോന്നിട്ടുണ്ടോ അത് ഗ്രിപ്പുള്ള നല്ല അടിപൊളി ട്രക്കിംഗ് ഷൂ എൻ്റെ ഉണ്ടെന്ന്. അത് ഇട്ടാഞ്ഞിട്ടല്ലേ. ആ ആരോ ഹതമാക്കിയിട്ട് കയറിയിട്ടുണ്ട്. എന്തായാലും ആ മേലോട്ട് ഞാനില്ല. എന്തായാലും അതാണ് ആ പെണ്ണും ചെറുക്കനും വന്നു പറഞ്ഞില്ലേ, അവരതിലേ കയറി. നമ്മളെ ഈ ദുരന്തത്തിൽ കൂടെ കയറി വന്നു. സത്യം ഞാൻ എൻ്റെ ആ ഡയലോഗോടെ കേട്ടോണ്ട് അപ്പോൾ ഇല്ലിക്കല്ല് ബാക്ക് സൈഡിൻ്റെ ഒരു ട്രയൽ ഇതിലേ ഉണ്ട്, ഒരു ട്രയൽ അതിലേ ഉണ്ട്. അതിൽ അതോ കണ്ടോ ഈ വഴി യഥാർത്ഥത്തിൽ അതാ. എവിടെ എല്ലാം തന്നെ ചെല്ലുമായിരിക്കും അല്ലേ. ഇത് ഇച്ചിരി ടാസ്കാ. ഇത് ഇപ്പൊ കയറി വന്ന പോലെ ഒരു ടാസ്കായി. നമുക്ക് ഒരു കാര്യം ചെയ്യും, ഇതിലെ എന്നിട്ട് അതിലേ തിരിച്ചു പോവാം. അങ്ങനെ പറ്റത്തില്ലേ? ഞങ്ങൾ കയറി വലിയ റിസ്ക് കേട്ടോ. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല. ഇല്ലിക്കല്ലിൻ്റെ ഇപ്പോൾ ഈ വരണ്ട് കിടക്കുന്നതുകൊണ്ട് പൂഴിയാണ്. മണ്ണ് മുഴുവൻ പൊട്ടി മണ്ണാണ്. പാറയില്ലാത്ത സ്ഥലത്തൊക്കെ പൊടി മണ്ണാണ്. ആ പൊടി മണ്ണ് ഇളകി കിടക്കുമ്പോൾ ട്രക്കിങ്ങിന് അനുയോജ്യമായിട്ടുള്ള ഷൂ എങ്കിലും ഇട്ടുകൊണ്ട് വരണം, എന്നിട്ട് കയറാവും. പിന്നെ താഴെ നിന്ന് എന്തെങ്കിലുമൊക്കെ ഞണ്ണിട്ട് കയറണം, ഇല്ലെങ്കിൽ അതും പാടാം. എന്തായാലേ പോവാം, താഴെ കൂടെ പോവാം. ഏതാ ആ വഴി അവർ വന്നേ, നമ്മൾ വഴി മാറി വന്നേ. നമുക്കപ്പോൾ ഇതില് താഴെ കൂടെ പോയാലേ അവിടെ ചെല്ലാം. ഈ വഴി വന്നാൽ അങ്ങോട്ട് ചെല്ലാൻ പാടാം, അവിടെ ചെല്ലാൻ പാടാം. വഴിയില്ല, ഇതിന്റെ ഇവിടെ ചെല്ലാനേ പറ്റും. ഇതിൽ കയറത്തില്ല നോക്കി അങ്ങനെ വഴിയുണ്ടോ? ഇല്ല, അങ്ങനെ വഴിയില്ല. ഉണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കി പോകേണ്ടി വരും. ഇത് വേണ്ട, നമുക്ക് താഴെ കൊടുക്കാം. ഇതിലേ പോയിട്ട് ഇങ്ങനെ ആ മടക്കി നിന്നിട്ട് അതിലെ പിന്നെ അവിടെ വരെ ഒന്ന് പോയി നോക്കും, വഴി ഉണ്ടോന്നറിയാം. പിന്നെ തിരിച്ചു വരേണ്ടി വരും. പിന്നെ നല്ലൊരു ഇതാണത് അല്ലേ. എൻ്റെ പേര് സുനിൽ. അതിലെ പോകാൻ പറ്റും നല്ലപോലെ. ആ വഴികൾ എത്ര കിടക്കും. ഇവിടെ ഒരു ഉടായ്പ വഴി, കയറാൻ പറ്റത്തില്ല. അയ്യോ ഭയങ്കര പാടാ. വിളിക്കണ അതിലെ പോയിട്ട് കാര്യമില്ല. വിളിക്കോട്ടാ, അതിലെ പോയിട്ട് കാര്യമില്ല. എവിടെ അങ്ങനെ വഴി ഉണ്ടോ അവിടെ? എന്നപ്പോ നമുക്ക് നോക്കാം. പറ്റില്ല, തിരിച്ചിറങ്ങേണ്ടി വരും. അതാ ഇവിടെ വരെ എത്താം. തിരിച്ചിറങ്ങേണ്ട വന്നാൽ പണിയാ. എന്തായാലും നമ്മൾ ഈ വന്ന വഴി ഇനി ഇറങ്ങുന്നില്ല കേട്ടോ. ഇതിൽ വന്നിട്ടുണ്ട്, അവിടെ വരെ വന്നിട്ടുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ടാണെന്നുള്ളത് അതിനാലും അവിടെ നിന്ന് ഇങ്ങോട്ട് പോകും. ആ വഴിയുണ്ടോ അവിടെ? ഇന്നത്തെ ദിവസം വലിയ കുഴപ്പമില്ല ദിവസമായി. പക്ഷേ ഇത് പാറയുടെ ഈ വെളുമ്പിനോടൊക്കെ ഇല്ലാത്ത വഴി ഉണ്ടാക്കി പോകുന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഉണ്ടോ അവിടെ? ഓക്കെ. കാട് തീ കത്തിയോണ്ടേ ഈസി ആയിട്ട് പോകാൻ പറ്റും, കണ്ടുപോകാം. ഇല്ലേ അതും ഇല്ല, പുല്ലാണ് കാണാൻ പറ്റത്തില്ല. ഒറ്റ വഴി നോക്കാം.
അത് വേണ്ട, ആവേശം ഒന്നിനും നല്ലതല്ല. താഴെ കൂടെ അങ്ങ് പോവാം, വലിയ ദൂരമില്ലല്ലോ. ഏതായാലും കയറേണ്ട അത്രയും പണിയില്ല. എന്തായാലും വില ഇറങ്ങണ്ട, ഓടിച്ചിറങ്ങിയാൽ മതി. ഷൂവിൻ്റെ ഗ്രിപ്പിനൊക്കെ ഒരു പരിധിയുണ്ടേ. ഞാൻ വീണാലും അമ്പിളിക്കുട്ടം വീണാലും എനിക്കൊരു വീഡിയോയാ. പക്ഷെ അതുവഴി തന്നെ പോവാം. ഈ കല്ല് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കല്ലിളകിയാലേ താഴെ ചെല്ലും. വെള്ളവും തണ്ണി എല്ലാം കൂടെ വരും അവിടെ. നിങ്ങളങ്ങേ എന്നോ മനുഷ്യ, നിങ്ങളങ്ങേ എന്നോ. നമുക്കിനി ഒരു ഒറ്റ സ്ട്രെച്ച്. എന്താ ജോലി ചെയ്യുന്നത്? മെഡിസിൻ കമ്പനി. ഫ്രണ്ട്സ്, എന്തായാലും ഞങ്ങളിവിടെ ഞാൻ ഒറ്റയ്ക്ക് വന്ന് ഞങ്ങൾ രണ്ട് ടീമായി, ഞങ്ങളുടെ ഒരു ടീമായി. ആ ടീമായിട്ട് ഇപ്പോൾ കയറിക്കൊണ്ട് ഇതാണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ആരും കയറാത്തൊരു വഴിയിലൂടെ ഞങ്ങൾ കയറിയത്. കയറി വന്ന വഴിയൊക്കെ കാണിച്ചില്ല. ക്യാമറ കയ്യിൽ പിടിച്ചുകൊണ്ട് കയറാൻ പോലുള്ള സാഹചര്യം മാതിരി തെറ്റി കിടക്കുന്ന പൊടിയാണ്. അതിവിടെയൊക്കെ കയറി ഇവിടെ വരെ ഒരു തരത്തിലെത്തി. ഇനി എന്താ കുറച്ച് ആൾക്കാർ വലിഞ്ഞാണ്ട് അതിൽ കയറണം. എങ്ങനെ അവിടെ ഞങ്ങൾ ചെല്ലുമെന്ന് ആലോചിക്കാം. ഞങ്ങൾ ഇതിലേ പോയാൽ എങ്ങനെ അവിടെ ചെല്ലും? ആ പാറക്കെട്ടിനപ്പുറമാണ് നമ്മുടെ രാവിലെ പത്തനംതിട്ടന്ന്. അപ്പം ബൈക്കില്ലേ? അപ്പം ബൈക്കിൽ ഇവിടെ വരെ വന്നാൽ മതി. അതോ നമ്മുടെ എരുമേലി വരെ വന്നാൽ മതി. അതുവഴി നമുക്ക് ഇടുക്കി പോവാം രാവിലെ. ഇതിലെങ്ങോട്ട് പോവാം? വഴിയുണ്ടോ? മുമ്പത്തെ പോലെ ആവുമോ? ഇതാണ്ട് ഇതിൽ ഇറങ്ങിയതാണ്ട് ആ മരത്തിൻ്റെ പൊട്ടിച്ചല്ല. പിന്നെ ഇതിലും വലുത് കയറിയിട്ട് നിൽക്കുമ്പോഴാണ്. പക്ഷെ അവർ കയറി വന്നിടും ഉണ്ടോയെന്ന് നമുക്കറിയത്തില്ല അല്ലേ? കുഴപ്പമുണ്ടോന്നേ? ടാസ്ക് ആയിരിക്കും. വന്ന വഴിയേ അയ്യോ ഇരുന്ന് ഇറങ്ങേണ്ടി വരും. എനിക്ക് ഇത്ര അറിയത്തില്ലായിരുന്നു. അറിയാമായിരുന്നെങ്കിൽ ഞാൻ ഷൂ മാറ്റി മറ്റേ ഈ എൻ്റെ മുട്ടിലവിടെ കയറ്റിയിടുന്ന ഒരു സാധനമുണ്ട് ട്രക്കിങ്ങിന്, അതൊക്കെ എടുത്തോണ്ട് വന്നേനെ. ഈ വഴി അങ്ങ് മേള് ഭയങ്കര കയറ്റമാണ്. അയ്യോ, അപ്പുറത്ത് വലിയ കയറ്റം ഞങ്ങൾ കയറി. എളുപ്പമൊന്നുമല്ല. എളുപ്പമാ കയറാൻ പാടാം. ഫ്രണ്ട്സ്, നമ്മുടെ ഈ ട്രക്കിംഗ് അത്ര നിസ്സാരമായിട്ട് കാണാൻ വഴിയില്ല. വളരെ വളരെ പ്രശ്നമുള്ള ടെറേനുകളിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ജസ്റ്റ് കാലൊന്ന് വഴുതിയാൽ നമ്മൾ അഗാധമായ കൊക്കയിലേക്ക് വീണു പോകുന്ന ഒരു സാഹചര്യം. അപ്പം ഈ ട്രക്കിങ് അത്യാവശ്യം നല്ല രീതിയിൽ
വിശദമായി തന്നെ കാണിക്കാമെന്ന് വിചാരിക്കുന്നു. ഈ മല കയറി തീർന്ന് ഇറങ്ങുന്നിടം വരെയുള്ള വീഡിയോകളുണ്ടാവും. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. തുടർ വീഡിയോ അടുത്ത ഭാഗത്ത് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും കട്ടയ്ക്ക് കൂടെ നിൽക്കുക. വീഡിയോ ലെങ്തായി പോകുന്നു എന്നതുകൊണ്ടാണ് 2 എപ്പിസോഡാക്കി മാറ്റാൻ തീരുമാനിച്ചത്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുമല്ലോ. ഭയങ്കര പ്രയാസമേറിയ ഇനിയുള്ള മുകളിലേക്കുള്ള ആ യാത്ര എല്ലാവരും കട്ടയ്ക്ക് കൂടെ നിൽക്കണമെന്ന് മാത്രം പറയുന്നു. മനോഹരമാണ് കാഴ്ചകൾ, മനോഹരമാണ് യാത്ര. എത്ര കണ്ടാലും മതി വരാത്ത, എത്ര വലിയ ട്രക്കിംഗ് ആണെങ്കിലും ക്ഷീണം അനുഭവപ്പെടാത്ത